നമസ്കാരം. ട്രിവാൻഡ്രം അഡീനിയംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അലോവേരകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറച്ചധികം വെറൈറ്റി അലോവേരകളുണ്ട്. അലോവേര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഇതാണ്, ഈ അലോവേരയാണ് അല്ലേ? ഇതെല്ലാവരും കണ്ടിട്ടുള്ളതും മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ളതുമാണ്. എന്നാൽ അലോവേര ഒരു വലിയ ലോകമാണ്. അലോവേരയുടെ ധാരാളം വെറൈറ്റികളുണ്ട്. നമുക്ക് വീടിനുള്ളിൽ വളർത്താവുന്ന ഓർണമെൻ്റൽ അലോവേരാസ്. അത്തരത്തിലുള്ള ചില അലോവേരകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അലോവേരയുടെ ജന്മദേശം ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലും മഡഗാസ്കറിലും അറേബ്യൻ പെനിൻസുലയിലുമൊക്കെയായി 500ഓളം വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ധാരാളം ഹൈബ്രിഡ്സും ഉണ്ടായി വരുന്നുണ്ട്. അലോ പല ഫോമിലാണ് വളരുന്നത്. അതിലൊന്നാണിത്. ഇത് അലോ ഹ്യൂമിലിസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മുകളിലേക്കാണ് ഇതിൻ്റെ ലീഫുകൾ, മുകളിലേക്കാണ് വളരുന്നത്. എന്നാൽ മറ്റ് ചിലത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നന്നായി വിടർന്ന് പരന്നാണ് വളരുന്നത്. അങ്ങനെ ഓരോ അലോവേരയ്ക്കും ഓരോ രീതിയുണ്ട്. ഇത് മറ്റൊരു അലോവേരയാണ്. ഇത് കുറച്ച് നീണ്ടു വളരുന്ന ഇനം ഒരു അലോവേരയാണ്. ഇത് അലോയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളിൽ കണ്ടില്ലേ, ഇങ്ങനെ മൊസൈക്ക് പോലെയുള്ള ഡിസൈനുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ഇലകളാണ്. നല്ല ഭംഗിയുള്ളൊരു അലോയാണ്. എന്നാൽ ഇതിൻ്റെ ഇലകളിൽ മുള്ളു പോലെ അല്ലെങ്കിൽ പല്ലുകൾ പോലെ പിങ്ക് നിറമായിട്ടുള്ള പല്ലുകൾ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം ഉണ്ട്. ഇതും നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇലകളിലുള്ള ഈ ഡോട്ട്സ് ഉണ്ടല്ലോ, ഈ ഡോട്ട്സ് നമുക്കിങ്ങനെ തടവി നോക്കിയാൽ അതൊരു പ്രൊജക്ഷനാണ്. നമുക്കത് ഫീൽ ചെയ്യും ശരിക്കും. ഇതും അലോയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതൊരു അഗാവയാണ് കേട്ടോ, അലോവേരയല്ല. ഞാനിത് ഈ പൂവിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഈ അഗാവെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അത് പൂക്കാറുള്ളൂ. ആ പൂക്കുന്നതോടുകൂടി അഗാവെ നശിച്ചു പോകാറുണ്ട്. എന്നാൽ നമ്മുടെ അലോവേര അങ്ങനെയല്ല. ഇത് കണ്ടില്ലേ, അലോവേരയുടെ പൂവാണ്. അലോവേരയ്ക്ക് പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട്, പിങ്ക്, മഞ്ഞ, അങ്ങനെയൊക്കെ. ഇത് മെച്ചുറായ പ്ലാന്റ് മിക്കവാറും എല്ലാ വർഷവും പൂക്കും. പൂവോടുകൂടി ഇത് നശിച്ചു പോകില്ല. വളരെയധികം ആയുസ്സുള്ള ഒരു പ്ലാന്റാണ് അലോ. അലോയുടെ മറ്റൊരു പ്രത്യേകത, ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് അലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് സാധാരണഗതിയിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളം വേണമെങ്കിലും ഒരു 15 ദിവസത്തിലൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലാതെ നന്നായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് അലോ. അലോ പലതും പല രീതിയിലാണ് വളരുന്നത്. കുറേയധികം വർഷമാകുമ്പോഴേക്കും ഇങ്ങനെ ഹൈറ്റിൽ പോകുന്ന അലോകളുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, അങ്ങനെ ഹൈറ്റിൽ പോകുമ്പോൾ ഈ ഇലകളിങ്ങനെ ഉണങ്ങി നിൽക്കും. ഇത് ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് പൊഴിച്ചു കളയാം. പക്ഷേ ഹാബിറ്റാറ്റിൽ വളരുന്ന അലോ ഈ ഉണങ്ങിയ ഇലകൾ ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ സ്റ്റെമ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് കണ്ടില്ലേ, ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് പൊക്കം വയ്ക്കുന്ന ടൈപ്പ് അല്ല. ഇത് പ്ലാന്റ് വലുതാകും തോറും ഇങ്ങനെ 4 ചുറ്റും ക്ലമ്പ് വന്ന് നിറഞ്ഞ് വളരെ മനോഹരമായൊരു പ്ലാന്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് അലോവേരയുടെ ഒരു സീഡ്ലിംഗ് ആണ്, ഒരു തൈ. ഇത് ആ ഒരു തൈയായിരിക്കുന്ന സമയത്ത് അലോ ഇങ്ങനെ സൈഡിലേക്കാണ് വളരുന്നത്, ഇതിൻ്റെ ഇലകൾ. പിന്നീട് മെച്ചുറാകുമ്പോഴാണ് 4 വശത്തും ഒരേ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ വളരുന്നത്. ഇത് വളരുന്നത് മറ്റൊരു ചെടിയുമായി സാമ്യമുള്ള രീതിയിലാണ്. ഇത് കണ്ടില്ലേ, ഇത് ഗാസ്റ്റീരിയ എന്നൊരു സക്കുലൻ്റാണ്. ഇത് ഇങ്ങനെ വശങ്ങളിലേക്ക് മാത്രം വളരുന്ന ഒരു സക്കുലൻ്റാണ്. ഏകദേശം ഇതുപോലെയാണ് ഇത് തൈയായിട്ടിരിക്കുമ്പോൾ വളരുന്നത്. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ കാണിച്ച ആ തൈയില്ലേ, ആ ഇനത്തിൽപ്പെട്ട ഒരു ചെടി വളർന്ന് വലുതായ രൂപമാണ്. നല്ല റൗണ്ട് ഷേപ്പിൽ ഇലകൾ വന്നിട്ടുണ്ട്, ധാരാളം ക്ലമ്പും വന്നിട്ടുണ്ട്. അലോയ്ക്ക് വെള്ളം ഒഴിക്കേണ്ടത് പോട്ടിംഗ് മിക്സ് നന്നായി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ്. എല്ലാ ദിവസവും രാവിലത്തെയോ വൈകുന്നേരത്തെയോ വെയിൽ ഒരു 2 മണിക്കൂർ കൊള്ളുകയാണെങ്കിൽ ഇതുപോലെ നല്ല കളർ ഉണ്ടാകും ഇലകൾക്കെല്ലാം. ഇത് അലോയുടെ പോട്ടിംഗ് മിക്സാണ്. വാട്ടർ സ്റ്റോറേജ് ഉള്ള മറ്റെല്ലാ സക്കുലൻറ്റുകൾക്കും ഉപയോഗിക്കുന്നത് പോലെ വെള്ളം വാർന്നു പോകുന്ന തരം പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഇതിനും വേണ്ടുന്നത്. ഇതിപ്പോൾ കോക്കോ ചിപ്സ്, സിൻഡർ, പെർലൈറ്റ് തുടങ്ങിയവയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്.
പിന്നെ കുറച്ച് കമ്പോസ്റ്റും വളത്തിന് വേണ്ടിയിട്ട് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനീ പറഞ്ഞ കൊക്കോ ചിപ്സ്, സിൻഡർ, പെർലൈറ്റ് ഇതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല. പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല തരിയുള്ള മണലും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് വെള്ളം വാർന്നു പോകുന്ന ഒരു മിക്സ് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഞങ്ങൾ സാധാരണയായി റീപോർട്ട് ചെയ്യുന്ന സമയത്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തൈകൾ ഇളക്കി മാറ്റിയെടുത്തിട്ട് തൈകൾക്കെല്ലാം നന്നായി വേരുകൾ വന്നിട്ടുണ്ട്. മദർ പ്ലാന്റ് നടാൻ ഒരു ടെറാക്കോട്ട പോട്ടാണ് ഉപയോഗിച്ചത്. ഇത് അത്യാവശ്യം ഷേപ്പായതൊരു പ്ലാന്റ് ആയതുകൊണ്ട് സെറാമിക് പോട്ട് ഉപയോഗിക്കുകയാണ്. ബാക്കി ചെറിയ തൈകൾ പ്ലാസ്റ്റിക് പോട്ടുകളിൽ വളർത്താൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം നമുക്ക് 4 ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഏതൊരു ചെടിയുടെയും ഭംഗിക്ക് അതിൻ്റെ പോട്ട് ഒരു പ്രധാന ഘടകമാണ്. ഇത് കണ്ടില്ലേ, സെറാമിക് പോട്ടിൽ അലോ വെച്ചപ്പോഴുള്ള ഭംഗി. അപ്പോൾ അലോവേരയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.